വളരെ പ്രധാനപ്പെട്ട 3 വീഡിയോ ക്ലിപ്പുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. 2 ക്ലിപ്പുകൾ ഒരു ഉസ്താദും മന്ത്രിയും നടത്തുന്ന പ്രസംഗമാണ്. സോഷ്യൽ മീഡിയ പുറത്തുവിട്ടതല്ല കേട്ടോ, മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തവയാണ്. ഉസ്താദിനെ പോലെ സംസാരിക്കുന്ന മന്ത്രിയും മന്ത്രിയെ പ്രശംസിക്കുന്ന ഉസ്താദും. മറ്റൊന്നിലാകട്ടെ കുഞ്ഞുങ്ങളോട് വിദ്യാർത്ഥികളോട് മതവും രാഷ്ട്രീയവും മനുഷ്യന് വേണ്ടിയാണെന്ന് പഠിപ്പിക്കുവാൻ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയുടെ ഒരു വീഡിയോ മന്ത്രി ഷെയർ ചെയ്തൊരു വീഡിയോയാണ്. മതത്തിനും ജാതിക്കും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് രാഷ്ട്രീയത്തിനും അതീതമായി മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പഠിപ്പിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി പ്രചരിപ്പിക്കുന്ന വീഡിയോയാണ്. ശിരോവസ്ത്ര വിവാദത്തിലെ നിലപാടിൽ സർക്കാരിനെ പ്രശംസിച്ച് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. തട്ടമിട്ട ടീച്ചർ തട്ടമിട്ട കുട്ടിയെ പുറത്താക്കി എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം നന്നായെന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. തട്ടമിട്ട കുട്ടികൾ തട്ടമിട്ട് തന്നെ പോവണം, അത് ഭരണഘടനയുടെ അവകാശമാണ്. വിഷയത്തിൽ നടപടി കൂടി ഉണ്ടാകണമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അപ്പോൾ നമുക്ക് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് പ്ലീസ്. ഒരാള് മതി കേട്ടോ. ആ തട്ടൊന്ന് എനിക്ക് ഇട്ട് തരുക. ഞാൻ ഈ തട്ടിട്ടപ്പോ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ വല്ല ഭയം തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചയുടെ അല്ല, കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. തട്ടമിട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച ആ കൂട്ടുകാരിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഇത്ര നേരം എന്തിനാ പ്രസംഗിച്ചേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവര് ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ. ഒരിത്തിരി ദയ മതി. മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യുക, അത്ര മതി. ലോകം നന്നായിക്കോളും. താങ്ക് യു. അപ്പൊ നാളത്തെ നമ്മുടെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത്. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ വലിയ പ്രചോദനം പകരുന്ന വാക്കുകളാണ് ഐഷുക്കുട്ടിയുടെ. ഭിന്നശേഷിത്വത്തിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ഞാൻ കണ്ടത് ഈ കൊച്ചുകുട്ടിയാണ്. ഒരുപാട് പേർ ഭിന്നശേഷിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കൊച്ചുകുട്ടി പറയുന്ന അത്ര ഹൃദയസ്പർശിയായിട്ട് വേറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അത്ര മനോഹരമായി തോന്നിയത് കൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. ഇപ്പൊ ഇരിങ്ങാലക്കുടയിൽ കൊളത്തിശ്ശേരിയിൽ കണ്ടാരന്തറ മൈതാനത്തെത്തി അതിമനോഹരമായി മനുഷ്യ സ്നേഹത്തെയും മാനവികതയെയും കുറിച്ച് സംസാരിച്ച ഈ കുഞ്ഞുമോൾക്ക് നമ്മുടെ നാടിന്റെ ഏറ്റവും സ്നേഹത്തോടെയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. വലിയ കുട്ടിയായി ഈ നാടിനെ നയിക്കണം കേട്ടോ. ഇവിടെ മന്ത്രി തന്നെ വളരെ വ്യക്തമായിട്ട് അവകാശപ്പെടുകയാണ് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടൊന്ന് ചോദിക്കുവാൻ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന. ഒരു കുട്ടിക്ക് എവിടെ നോക്കുക, കുഞ്ഞ് പറയുകയാണ് തട്ടമിട്ടതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചുവെന്ന്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ TC വാങ്ങി പോവുകയാണെന്ന് പറഞ്ഞ വിവരം മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തട്ടത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചുവെന്നൊരു പിഞ്ചു കുഞ്ഞ് പറഞ്ഞിട്ട് അതിനെ തിരുത്താതെ ഞാനിത് ഷെയർ ചെയ്യുകയാണ് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുമ്പോൾ എത്രത്തോളം നിരുത്തരവാദിത്തപരമായിട്ടാണ് കാര്യങ്ങളെ കാണുന്നതെന്നും പഠിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മിപ്പിക്കുവാനുള്ളത്, അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്തത് കുഞ്ഞുങ്ങളിൽ വിദ്യാർത്ഥികളിൽ സയൻറ്റിഫിക് ടെമ്പർ വളർത്താമെന്നുള്ളതാണ്. മതേതര ജനാധിപത്യ മൂല്യം ഒരു തുണ്ട് തുണിക്ക് വേണ്ടിയല്ല,
അത് ചില മതസ്ഥർക്ക് തട്ടമാകാം, മറ്റ് ചില മതസ്ഥർക്ക് അത് ഷാളാകാം. തട്ടമോ ഷാളോ എന്തുമാകട്ടെ, അത് ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യുന്ന മനുഷ്യനെ മാനിക്കാൻ പഠിപ്പിക്കാനാണ് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് യൂണിഫോം. മതത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും പേരിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വിവേചനം ഉണ്ടാകാതിരിക്കുവാനും വിദ്യാർത്ഥികൾക്ക് പരസ്പരം മാനസിക സംഘർഷം ഉണ്ടാകാതിരിക്കുവാനും വേണ്ടിയാണ് യൂണിഫോം സ്കൂളിൽ സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്നത്. ഈ വസ്തുത പറഞ്ഞു കൊടുക്കാതെ മറിച്ച് ആ കുഞ്ഞിനെ ഒരു തുണ്ട് തുണിയെ മതവുമായി കൂട്ടിക്കലർത്തുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ചിലർക്ക് ഷാള് മതവസ്ത്രമാണ്, മറ്റു ചിലർക്ക് ഹിജാബാകാം, തട്ടമാകാം. അത് അവരുടെ ചോയ്സാണ്. അത് പൊതുസമൂഹത്തിൻ്റെ മേലോ വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കേണ്ടതോ അല്ല എന്ന് വളരെ വ്യക്തമാണ്. മാത്രമല്ല, ഇവിടെ മറ്റൊരു വകുപ്പ് വി ശിവൻകുട്ടി ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയാണ്, കന്യാസ്ത്രീക്ക് ശിരോവസ്ത്രമാകാം. ഒരു കാര്യം വളരെ വ്യക്തമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി, അങ്ങ് ഈ മന്ത്രിസ്ഥാനം ഒന്നുകിൽ ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തി വിലപേശി മേടിച്ചതാണോ, അതല്ലെങ്കിൽ പാർട്ടി അടിച്ചേൽപ്പിച്ചതാണോ? അങ്ങതിന് മറുപടി പറയണം. കാരണം എന്താണെന്നല്ലേ, അധ്യാപകർ സ്കൂളിൽ വരുമ്പോൾ യൂണിഫോം ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന കേരള സർക്കാരിൻ്റെ ഉത്തരവ് കാണിച്ചു തരാൻ അങ്ങേക്ക് പറ്റുമോ? അങ്ങനെ ഒരു ഉത്തരവ് കേരള സർക്കാർ ഇറക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അധ്യാപികയുടെ വസ്ത്രം ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? അതാണല്ലോ ഉസ്താദ് പറഞ്ഞതും, കന്യാസ്ത്രീക്കാകാം കുട്ടിക്കാകില്ല എന്ന്. കന്യാസ്ത്രീ പ്രായപൂർത്തിയായ വ്യക്തിയാണ്, ആ വ്യക്തിയുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അതല്ല, സ്കൂളിൽ അധ്യാപകരാരും ഇത്തരത്തിൽ ഒരു സ്കൂളിലും യൂണിഫോം സർക്കാർ തലത്തിൽ നിർബന്ധമാക്കിയിട്ടില്ല. ഈ വസ്തുത വളരെ കൃത്യമായിട്ട് അറിയാവുന്നയാളാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ അജണ്ടയുണ്ട്. ഈ പിതാവ് തന്നെ പറയുന്നു, ഞാൻ SDPക്കാരെ സമീപിച്ചുവെന്ന്. അപ്പോൾ SDPക്കാർ സംസാരിക്കുന്ന രീതിയിലും ഉസ്താദ് സംസാരിക്കുന്ന രീതിയിലും തന്നെയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നത്. അധ്യാപകർക്ക് യൂണിഫോം ഇല്ലാതിരിക്കെ അത്തരമൊരു കാര്യം പറയുമ്പോൾ ഒന്നുകിൽ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു നിയമങ്ങളും അറിയത്തില്ല ബഹുമാനപ്പെട്ട മന്ത്രിക്കെന്ന് കരുതേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം അടിച്ചേൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ പിടിച്ചു മേടിച്ചതാണെന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഇതിന് മറുപടി പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ബാധ്യസ്ഥനാണ്. ഭരണഘടന അങ്ങയെ അതിന് നിർബന്ധിക്കുന്നുണ്ട്. ബൈൻഡിങ് ആണ് അങ്ങയുടെ മേലെ. മറ്റൊന്ന്, 2 മന്ത്രിമാരോടും ചോദിക്കുവാൻ, 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരള മോഡൽ എന്ന് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ട്. അത്തരമൊരു സംസ്ഥാനത്ത് നിസ്സാരമായൊരു വിഷയം, അതിൻ്റെ പേരിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തേണ്ടി വരുന്നു. മന്ത്രിമാർ ഈ വിഷയം തെരുവിലേക്കും മീഡിയയിലേക്കും വലിച്ചിഴയ്ക്കുന്നു. മീഡിയക്കാർ ഓരോരുത്തരും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വെച്ചുകൊണ്ട് വിലപേശി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് ഒരു സ്കൂളിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തേണ്ട സിറ്റുവേഷൻ സംജാതമായി എന്നുള്ളത് അപമാനകരമല്ലേ? അതല്ലേ ശരിക്കും ഇവിടെ ചർച്ച ചെയ്യേണ്ടത്? അതുപോലെ ഈ പിഞ്ചു കുഞ്ഞ് പറയുന്ന കേട്ടില്ലേ, തട്ടത്തിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിച്ചു വന്നു. പാവ കുഞ്ഞിനെ കൊണ്ട് ആരോ പറയിച്ചതല്ലേ, ഓമനത്വം മാറാത്ത, സംസാരത്തിൽ ഇപ്പോഴും കൊഞ്ചലുള്ള ഒരു കുഞ്ഞ്. വേറൊന്നുകൂടി ചോദിക്കട്ടെ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഇത് ഒക്ടോബറാണ്. 5-ാം മാസത്തിലാണ് പെട്ടെന്ന് പ്രശ്നമുണ്ടാകുന്നത്. 4 മാസം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നിട്ടും കുറ്റം കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രത്തിലേക്ക് ആരോപിക്കുന്ന മന്ത്രിയുടെ തന്ത്രം. അപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മന്ത്രിയടക്കമുള്ളവർ മുട്ടുകുത്തി പിന്മാറി. സൂംബ ഡാൻസും ലിംഗവ്യത്യാസമില്ലാതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ വസ്ത്രം ധരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് ഇന്ന് ഒരു തുണ്ട് തുണിയുടെ പേരിൽ മാധ്യമങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത വിതയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ഇനി ഹിജാബ് എന്ന് പറയുന്ന മതവസ്ത്രത്തെക്കുറിച്ചാണെങ്കിൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇസ്ലാം പിറന്നു വീണ മണ്ണ് സൗദിയാണ്. സൗദി ഭരണകൂടത്തിൻ്റെ ഒഫീഷ്യൽ അറിയിപ്പ് നിങ്ങൾക്ക് മീഡിയയിൽ ലഭിക്കും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഡീസൻറ്റ് ഡ്രസ് കോഡ് എന്നാണ് പറയുന്നത്. മാന്യമായി വസ്ത്രധാരണം സ്ത്രീകൾക്ക് തീരുമാനിക്കാം. അത് ഹിജാബെന്നോ നിക്കാബെന്നോ നിർബന്ധമൊന്നുമില്ല, തട്ടം ഷാൾ നിർബന്ധമൊന്നുമില്ല. അത് അവർക്ക് തീരുമാനിക്കാം. മാന്യമായ വസ്ത്രധാരണമെന്നാണ് സൗദി ഭരണകൂടം പറയുന്നത്. ഇസ്ലാം പിറന്നു വീണ മണ്ണാണ്, മറ്റുള്ളവർ കേട്ടുപഠിച്ചതാണ്. ഇനി ജോർദാൻ രാജാവിൻ്റെ ഭാര്യയും രാജ്ഞിയും നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിലെടുത്ത് നോക്കിക്കോ, ഒരു ഷാൾ പോലും ഇടുന്നില്ല. ജോർദാൻ രാജാവിൻ്റെ പ്രിൻസിൻ്റെ വിവാഹം, അതിൻ്റെ വീഡിയോ കണ്ടു നോക്ക്.
ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് പുറത്തു വന്ന് ഇറാനിൽ ഉന്നത നേതാവിൻ്റെ മകള് തട്ടവിട്ടിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ തട്ടവിടുന്നില്ല. UAE-യിലെ ഭരണാധികാരികളും അവരുടെ കുടുംബാംഗങ്ങളുടെയും വീഡിയോകൾ എടുത്ത് നോക്ക്. അപ്പം അവർക്കൊന്നുമില്ലാത്ത മതവികാരം ഒരു തുണ്ട് തുണിയുമായി കേരളത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത്. സൗദിക്കും UAE-ക്കും ജോർദാനും ഒന്നുമില്ലാത്ത അജണ്ട, ഇല്ലാത്ത നിർബന്ധം കേരളത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ വളരെ കൃത്യമാണ്. ഇത് ടെക്സ്റ്റ് ഡോസുകളാണ്, കൃത്യമായി അജണ്ട സെറ്റ് ചെയ്തു കൊണ്ടുപോകുകയാണ്. ഒരുപക്ഷേ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മന്ത്രിക്കും LDF-ൻ്റെ നേതാക്കൾക്കുമൊക്കെ ഒരു മൂന്നാം ഊഴം ഒത്തുകിട്ടിയേക്കാം ഇങ്ങനെ കളിക്കുന്നത് വഴി. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേരളം ഒരു പ്രാന്താലയമായി മാറുകയും നമ്മുടെ മക്കൾ തമ്മിൽ തല്ലുന്നത് കാണുകയും ചെയ്യേണ്ട അവസ്ഥ നമുക്കിവിടെ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ളതായ നീചമായ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടല്ല, മറിച്ച് നേർക്ക് വികസനം പറഞ്ഞാണ് രാഷ്ട്രീയം കളിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയം രാഷ്ട്രത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമായിരിക്കണം ബഹുമാനപ്പെട്ട ശിവൻകുട്ടി. യാതൊരുവിധ സംശയമില്ലാതെ ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് പറയുകയാണ്, വിദ്യാർത്ഥികളിൽ ജനിപ്പിക്കേണ്ടത് മതേതര ജനാധിപത്യ മൂല്യമാണ്. മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അല്ല സംരക്ഷിക്കപ്പെടേണ്ടത്, മനുഷ്യരെ മാനിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. മതങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, രാഷ്ട്രീയ കക്ഷികൾ മനുഷ്യന് വേണ്ടിയാണ്, രാഷ്ട്രത്തിന് വേണ്ടിയാണ്. രാഷ്ട്രവും മനുഷ്യനും പാർട്ടികൾക്ക് വേണ്ടിയല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ മതപ്രകടനം നടത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ടാണ് തുണിയിൽ മതം കലർത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയം മനുഷ്യർ, സഖാക്കൾ പാർട്ടിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇത് രണ്ടും, പൊളിറ്റിക്കൽ ഇസ്ലാമും തീവ്ര ഇടതുപക്ഷവും ഒരമ്മ പറ്റ മക്കളാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ്. പക്ഷെ ഒരു കാര്യം എന്നറിയാമോ, പൊളിറ്റിക്കൽ ഇസ്ലാമിന് എവിടെയെല്ലാം ആധിപത്യം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ആദ്യം ജീവൻ നഷ്ടപ്പെട്ടത് തീവ്ര ഇടതുപക്ഷക്കാർക്കാണെന്നുള്ളതാണ്. വളർത്തുന്നവരെ തന്നെ അവർ ആദ്യം വിഴുങ്ങും. ഇത് ചരിത്രം സാക്ഷിയാണ്. ഇറാനിൽ, അഫ്ഗാനിസ്ഥാനിൽ നോക്കിക്കോ, കൺമുമ്പിലുണ്ട് ചരിത്രം. ഇനി അതെല്ലാം പോകട്ടെ, വിദ്യാർത്ഥികൾ ജാതിക്കും മതത്തിനും സാമ്പത്തികമായ ഉച്ചനീചതകൾക്കും അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വിദ്യാർത്ഥികളിൽ സമഭാവനയും സാഹോദര്യവും വളർത്തുക, മതേതര ജനാധിപത്യ മൂല്യം വളർത്തുക, രാഷ്ട്രസ്നേഹം വളർത്തുക, സയൻറ്റിഫിക് ടെമ്പർ വളർത്തുക, ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അതിൽ നിന്ന് മാറ്റി വെറും വോട്ട് ബാങ്കാക്കി വിദ്യാർത്ഥികളെ കൂടി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഇത്തരം നടപടികൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അങ്ങേയറ്റം അപലപനീയവും അപകടകരവുമാണ്. വരുന്ന തലമുറയെ നാശത്തിലേക്ക്, യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.